മുൻ വൈറ്റ് ഹൗസ് തന്ത്രജ്ഞനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സഹായിയുമായിരുന്ന സ്റ്റീവ് ബാനൺ അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് എല്ലാ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും പുറത്താക്കാൻ ആഹ്വാനം ചെയ്തെന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇത് H-1B വിസയുടെ ഭാവിയെക്കുറിച്ചും അമേരിക്കയിൽ വിദേശ കഴിവുള്ളവരുടെ നിലനിൽപ്പിനെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ അമേരിക്കൻ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ അവസരങ്ങൾ ഇല്ലാതാക്കുന്നുവെന്നാണ് ബാനൺ ആരോപിക്കുന്നത്. ഈ നിമിഷം ഒരു വിദേശ വിദ്യാർത്ഥിയും രാജ്യത്ത് ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയായിരുന്നു. അവരുടെ ഡിപ്ലോമയിൽ ഒരു ഗ്രീൻ കാർഡ് പതിക്കുന്നതിന് പകരം ഭരണകൂടം ഒരു എക്സിറ്റ് വിസ പതിക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. സഹപാഠികളുമായി കറങ്ങാൻ 30 ദിവസം കിട്ടും. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾക്കൊക്കെ വരാം. പക്ഷേ അതിനുശേഷം നിങ്ങൾ തിരികെ പോകണം എന്നാണ് ബാനൺ കൂട്ടിച്ചേർത്തത്. വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് ബാനൺ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദേശ വിദ്യാർത്ഥികൾ US-ൽ താമസിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലെ കഴിവുള്ളവരെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്നാണ് ബാനൺ വാദിക്കുന്നത്. ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ നയങ്ങൾക്ക് സമാനമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ കഴിവുള്ളവരെയും നിങ്ങൾ വലിച്ചെടുക്കുകയാണെങ്കിൽ ലോകത്തിലെ രാജ്യങ്ങൾ മെച്ചപ്പെടില്ല. ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യം ഭരിച്ചത് ഇങ്ങനെയാണ്. ഇത് സാമ്രാജ്യത്വമാണ് എന്നാണ് ബാനൺ പറഞ്ഞത്. വിദ്യാർത്ഥി വിസ പോലുള്ള നിയമപരമായ വഴികൾ അടക്കുന്നത് അനധികൃത കുടിയേറ്റം വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എല്ലാവർക്കും ഹാർവാർഡിൽ വരാൻ ആഗ്രഹമുണ്ട്. അവർക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ അവർ സെൻട്രൽ അമേരിക്ക വഴി വരും. നമ്മളിപ്പോൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്ന അതേ കുഴപ്പത്തിൽ തന്നെ നമ്മൾ തുടരുമെന്നും ബാനൺ പറഞ്ഞു. യഥാർത്ഥത്തിൽ H-1B വിസകൾ അമേരിക്കൻ തൊഴിൽ നഷ്ടത്തിന് കാരണമാകുന്നുണ്ടോ? US ടെക് വ്യൂമാർ കൂട്ട റിലീസ് പ്രഖ്യാപിച്ചതോടെ H-1B വിസ പ്രോഗ്രാം വീണ്ടും പരിശോധനയ്ക്ക് വിധേയമായിരിക്കുകയാണ്. ലേ ഓഫ് അനുസരിച്ച് ഈ വർഷം ഏകദേശം 80,000 ടെക് ജോലികൾ വെട്ടിക്കുറച്ചു. വിദേശ തൊഴിലാളികളെയും പിരിച്ചുവിടുന്നുണ്ടെന്നും H-1B വിസകളല്ല ഇതിന് കാരണമെന്നും കമ്പനികൾ വാദിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ ടെക് ജീവനക്കാർക്ക് ഇതിനോട് യോജിപ്പില്ല. 2024 ഏകദേശം 4 ലക്ഷം H-1B വിസകൾക്ക് അംഗീകാരം നൽകിയിരുന്നു. 2000 നൽകിയതിൻ്റെ ഇരട്ടിയാണത്. എന്നിരുന്നാലും ഇതിൽ ഭൂരിഭാഗവും പുതിയ അപേക്ഷകളല്ല, പുതുക്കാനുള്ള അപേക്ഷകളായിരുന്നു. മിക്ക H-1B വിസ ഉടമകളും ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ വലിയ കമ്പനികളിലാണ് ജോലി ചെയ്യുന്നത്. ഈ കമ്പനികൾ വിദേശത്ത് ജനിച്ച ജീവനക്കാരെ നിലനിർത്താൻ വലിയ തുക നിക്ഷേപിക്കുന്നുണ്ടെന്ന് ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനെ കുറിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്താണ് പറഞ്ഞതെന്ന് കൂടി നമുക്ക് നോക്കാം. അമേരിക്കൻ തൊഴിലാളികളെ പിരിച്ചുവിട്ട് വിദേശത്ത് നിന്ന് ആളുകളെ നിയമിക്കുന്ന ടെക് കമ്പനികളെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് വിമർശിക്കുകയായിരുന്നു. അമേരിക്കയിൽ യോഗ്യരായ ആളുകളെ കണ്ടെത്താൻ കഴിവില്ലെന്ന് പറയുന്ന കമ്പനികളുടെ വാദം വിഡ്ഢിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയെ അവരുടെ വീടാക്കാൻ കഴിവുള്ളവരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ 9,000 അമേരിക്കൻ തൊഴിലാളികളെ പിരിച്ചുവിട്ടിട്ട് ഇവിടെ തൊഴിലാളികളെ കിട്ടാനില്ലെന്ന് പറയുന്ന കമ്പനിയുടെ വാദം അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. US തൊഴിൽ വിപണി ദുർബലമായ സൂചനകളാണ് നൽകുന്നത്. ജൂലൈയിലെ കണക്കുകൾ പ്രകാരം 73,000 പുതിയ ജോലികൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത്. മെയ് ജൂൺ മാസങ്ങളിലെ കണക്കുകളിൽ നിന്ന് 2,58,000 ജോലികൾ വെട്ടിക്കുറച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ അഭിപ്രായങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം. വിദേശ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് US വിസ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു വരുന്ന സമയത്താണ് ബാനണിന്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. F-1 വിദ്യാർത്ഥി വിസകളുടെ എണ്ണത്തിൽ 27% കുറവുണ്ടായിട്ടുണ്ട്. ഇത് ട്രംപിന്റെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ മറ്റ് പല കാരണങ്ങളുമുണ്ട്. കാരണങ്ങളുമുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ട്രംപിന്റെ ഭരണകൂടം പുതിയ കുടിയേറ്റ നിയമങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വിസ നിരസിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരുന്നെന്നാണ് ഷെഖാവത്ത് വിശദീകരിക്കുന്നത്. എന്നാൽ 2025 മെയ് മാസത്തിൽ US സർക്കാർ വിസാഭിമുഖം നിർത്തിവെക്കുകയും പരിശോധന കർശനമാക്കുകയും ചെയ്തതോടെ കാലതാമസവും റദ്ദാക്കലുകളും വർദ്ധിക്കുകയായിരുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ US-ന് പകരം മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നാണ് ഷെഖാവത്ത് പറയുന്നത്. US-ൽ പഠിക്കുന്നതിനോടുള്ള വിദ്യാർത്ഥികളുടെ താല്പര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഭൂരിഭാഗം പേരും ന്യൂസിലാൻഡ്, അയർലൻഡ്, ജർമ്മനി, ഓസ്ട്രേലിയ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നും അവർ പറയുകയാണ്. വിസ നിരസിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഈ മാറ്റം സംഭവിക്കുന്നത്. US, UK പോലുള്ള പരമ്പരാഗത രാജ്യങ്ങൾക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിലും പഠിക്കാൻ അവസരങ്ങളുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണ്. ലളിതമായി പറഞ്ഞാൽ കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയ്ക്ക് പകരം മറ്റ് രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു എന്ന് സാരം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.